ഈദൊക്കെ അല്ലേ അപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? അതിന് വേണ്ടി ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മളൊരു മൂണ്ട ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ. മൂണ്ട ഷേപ്പിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വരയ്ക്കാൻ അധികം അറിയില്ല. എന്നാൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് വെട്ടിയെടുത്തത്. അങ്ങനെ 2 പീസ് വെട്ടിയെടുക്കണം കേട്ടോ. ഫസ്റ്റ് കത്രിക കൊണ്ട് വെട്ടാൻ നോക്കി കിട്ടിയില്ല, പറ്റിയില്ല. അതുകൊണ്ടാണ് ബ്ലൈഡും കൊണ്ട് വെട്ടുന്നത് കേട്ടോ. അങ്ങനെ 2 പീസ് വെട്ടിയെടുത്ത ശേഷം 2 പീസും കൂടി വെച്ച് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിരിക്കണേ. എന്നിട്ട് അതിലൂടെ ബ്ലാക്ക് തുണി ഒന്ന് ചുറ്റിയെടുക്കുക. എൻ്റെ കയ്യിലുള്ള വേസ്റ്റ് തുണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ തയ്ക്കണവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വേസ്റ്റ് തുണികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കും. അതൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ മനസ്സിൽ എന്താണ് ഒരു തീം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ഫുള്ളായിട്ട് ഒന്ന് ബ്ലാക്ക് തുണി ചുറ്റിയെടുത്ത ശേഷം അതിലൂടെ വൈറ്റ് കളർ തുണി ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ വൈറ്റ് തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഹെയർ റിബൺ ഇല്ലേ, റിബണൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒന്ന് ചുറ്റിയെടുത്ത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. എന്നിട്ട് ഒരു സ്റ്റാറൊക്കെ പേപ്പറിൽ വെട്ടിയെടുത്ത് ഒരു നൂലൊക്കെ ചുറ്റി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ളൊരു തുണിയൊക്കെ ഉണ്ടല്ലോ വേസ്റ്റായിട്ട് കളയാണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് സെറ്റ്. ഇതേപോലെ വേസ്റ്റാക്കി കളയണ തുണിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് വാൾ ഡെക്കോറായി വെക്കണമല്ലോ. നല്ലത് അതാകുമ്പോൾ വീട്ടിൽ കാണാനും ഭംഗിയുണ്ടാകും. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.